നിലവിൽ 23/8/2025 ഇതിൻ്റെ ലിസ്റ്റ് വന്നത്. നിലവിൽ 9 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 2028 വരെ ഇതിൻ്റെ ലിസ്റ്റ് വാലിഡാണ്. നമസ്കാരം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? അതേപോലെ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്, എന്താണ് നിലവിലത്തെ ഇതിൻ്റെ സാലറി സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ എന്താണ് സയൻറ്റിഫിക് ഓഫീസർ ജോലി എന്നതും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ രീതി ജോലിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് PG പഠിച്ചവർക്കുള്ള ഒരു അവസരമാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കണം. എനിവേ, ഈ ഒരു ജോലി സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? അവസാന നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്. സോ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 30/12/2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 ജനുവരി 31 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 2023 ഡിസംബറിലാണ് ഈ നോട്ടിഫിക്കേഷൻ അവസാനം വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക? +3 3 വർഷത്തിന് ശേഷമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ 2026 ഡിസംബറിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാവുന്നതാണ്. വൈകിയാലും 2027 തുടക്ക ഭാഗത്തായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നോക്കൂ, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? കേരള പോലീസ് സർവീസാണ്. ഫോറൻസിക് സയൻസ് ലാബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻസിൻ്റെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് പല വിഷയങ്ങൾക്ക് പലതാണ് തസ്തികകൾ, പലതായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ സയൻറ്റിഫിക് ഓഫീസറുടെ ഡോക്യുമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. 51,400 തൊട്ട് 1,10,300 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ് നിലവിലുള്ള നല്ല രീതിയിലുള്ള സംഭവമുണ്ട്. ഇനി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ പലരും വിചാരിക്കും ഇതിനകത്ത് വേക്കൻസി കുറവാണോ, നിയമനം കുറവാണോ, പലപ്പോഴും അങ്ങനത്തെ ചർച്ചയാണല്ലോ നടക്കാറുള്ളത്, കുറവാണോ എന്നുള്ളത് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് PG ലെവലുള്ള ഒരു എക്സാമാണ്, സ്റ്റേറ്റ് ലെവലുള്ള ലിസ്റ്റാണ്. അതിൽ ലാസ്റ്റ് നടന്ന എക്സാം ഇപ്പോൾ 2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 എക്സാം നടന്ന എക്സാമിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2025 9 മാസത്തിലാണ്. മനസ്സിലായോ? 2025 9 മാസത്തിലാണ് ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2026 നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഞാനിപ്പോൾ ഓഗസ്റ്റിൻ്റെ 1-ാം തീയതി ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ മാസം വരെയുള്ള നിയമനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 31 നിയമനങ്ങൾ വിത്തിൻ 1 ഇയർ, ഒരു വർഷം ആയിട്ടില്ല, ആകാത്ത ലിസ്റ്റിൽ നിന്ന് നിലവിൽ ഡോക്യുമെൻറ്റിൻ്റെ സയൻറ്റിഫിക് ഓഫീസറിൽ 31 ടോട്ടൽ അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ഓരോ കാറ്റഗറിക്കും എത്ര റാങ്ക് വരെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിവേ 31 ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. PG ക്വാളിഫിക്കേഷനുള്ള ഒരു തസ്തികയിലേക്ക്, സ്റ്റേറ്റ് ലെവലുള്ള ഒരു സാധനത്തിലേക്ക് ഇത്രയും നിയമനങ്ങൾ നടക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും HSST-യുടെ പല വിഷയങ്ങളിലും അധ്യാപകർക്ക് ഇത്രയും തസ്തികകൾ കിട്ടാറില്ല, അല്ലെങ്കിൽ അത്രയും നിയമനം നടക്കാറില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോന്നും നോക്കാം. നമുക്ക് അടുത്ത് നോക്കുന്നത് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഫിസിക്സിൻ്റെ തസ്തികയിലേക്കുള്ളതാണ്. ഇവിടെ ഗസറ്റഡ് തിയറി എന്ന് പറയുന്ന ഡോക്യുമെന്റ്, തൊട്ട് മുമ്പ് കാണിച്ച ഡോക്യുമെന്റ് ഇല്ലേ, ഈ പർട്ടിക്കുലർ ലിസ്റ്റിൽ ആർക്കൊക്കെ എഴുതാൻ പറ്റുക? അത് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും എഴുതാവുന്ന തസ്തികയാണ് കേട്ടോ. അത് രണ്ടും ഓർത്തിരിക്കുക. ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഡോക്യുമെന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതുകൂടാതെ തന്നെ അടുത്ത ഫിസിക്സുകാർക്ക് സെപ്പറേറ്റ് ഉള്ളതിനകത്ത് നിങ്ങൾ നോക്കും, സ്കെയിൽ ഓഫ് പേക്ക് അത് തന്നെയാണ്. അതേപോലെ വന്നിരിക്കുന്നത് 2023 വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ 2025 ലിസ്റ്റ് വരുമ്പോൾ 2028 ഈ ലിസ്റ്റ് അവസാനിക്കുക. അതിന് മുമ്പ് 2027 അപ്പോൾ എന്ത് നടക്കും? 2027 ഈ എക്സാം ഒരിക്കൽ കൂടി നടക്കും. 2026 എൻഡ് തൊട്ട് ഡിസംബർ തൊട്ട് എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കേസിലും അങ്ങനെ തന്നെ 2023 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നോക്കിയാൽ 2025 8-ാം മാസത്തിലാണ്. നിലവിൽ 6 അഡ്വൈസുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഫിസിക്സിന് മാത്രമായിട്ടുള്ളതിനകത്ത് 6 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. വിത്തിൻ 1 ഇയർ അത്രയും പോയിട്ടുമുണ്ട്. ഇനി ഈ ലിസ്റ്റ് 2028 8-ാം മാസത്തിൽ അവസാനിക്കും. അപ്പോൾ 2027 ഇതിൻ്റെ എക്സാം നടക്കും. 2026 ഡിസംബറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. അടുത്തത് എന്താ? 2023 ഡിസംബർ മാസത്തിൽ തന്നെ വന്ന അടുത്ത നോട്ടിഫിക്കേഷനാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ കെമിസ്ട്രിയിലേക്കുള്ളത്. ഇത് സ്കെയിൽ ഓഫ് പേക്ക് അത് തന്നെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലേ, ഒരു തസ്തികയാണ്. നിലവിൽ 23/8/2025 ഇതിൻ്റെ ലിസ്റ്റ് വന്നത്. നിലവിൽ 9 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 2028 വരെ ഇതിൻ്റെ ലിസ്റ്റ് വാലിഡാണ്.
അപ്പോൾ അടുത്ത ലിസ്റ്റിനുള്ള എക്സാം എപ്പോൾ നടക്കും? 2027 ആ എക്സാം നടക്കും. അത് 2026 ഡിസംബറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇനി നേരത്തെ തൊട്ട് പഠിച്ച് ഫോക്കസ് ചെയ്യുന്നവരാണ് ആദ്യ റാങ്കുകളിലേക്ക് പിടിക്കുക. അങ്ങനെയുള്ളവരാണ് ഇത് എൻക്വയറി നടത്തുന്നുണ്ട്. എൻട്രി ഇതിൻ്റെ കോഴ്സുകളെല്ലാം നേരത്തെയും കൊടുത്തിട്ടുള്ളതാണ്. സോ പ്രധാനപ്പെട്ട സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എല്ലാ ബയോളജി, ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, ഡോക്യുമെൻ്റ് ഇതെല്ലാം കോഴ്സുകളും എൻട്രിയിൽ വീണ്ടും ലോഞ്ച് ചെയ്യാൻ പോവാണ്. 1.5 വർഷം സമയം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ 2027 നടക്കാൻ പോകുന്ന എക്സാമാണ്. ആ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാലോ, സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ബയോളജിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 12ാം മാസത്തിൽ തന്നെയാണ്, 30/12/2023 തന്നെയാണ് അതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ 2023 വന്ന് 2025 11ാം മാസത്തിലാണ് ബയോളജിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ കാലം കൊണ്ട്, അതായത് ഏതാണ്ട് 6 മാസം കൊണ്ട് 10 അഡ്വൈസുകളാണ് നിലവിൽ പോയിരിക്കുന്നത്. ഇനിയുണ്ട് അതിൻ്റെ വാലിഡിറ്റി 2028 വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിയമനങ്ങൾ ഇനിയും നടക്കും. 2028 വരെ അതിൻ്റെ കാലാവധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2028 കാലാവധി തീരുന്നതിന് മുമ്പ് 2027 അടുത്ത എക്സാം നടക്കും. 2026 അതിൻ്റെ ഡിസംബറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാം. സോ 2027 നടക്കാൻ പോകുന്ന എല്ലാ എക്സാമും, ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം 2027 നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് അതിലേക്ക് PG ലെവൽ സബ്ജക്റ്റിൽ PG ലെവൽ എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്നവർ അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഈ ത്രില്ലിംഗ് കരിയറിലേക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സയൻറ്റിഫിക് ഓഫീസർ, ഫോറൻസിക് സയൻസ് ലാബോറട്ടറി ആയിട്ട് ചേർത്ത് പ്രവർത്തിക്കാനുള്ള നല്ല ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാവുന്ന, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈലുള്ള പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു ജോബ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കോഴ്സ് എൻട്രിയിൽ വീണ്ടും ലോഞ്ച് ചെയ്യുന്നു. സയൻറ്റിഫിക് ഓഫീസറിൻ്റെ കോഴ്സ് എൻട്രിയിൽ വീണ്ടും ലോഞ്ച് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻട്രിയിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണാം. നന്ദി.